എൻ്റെ പേരക്കുട്ടിക്ക് ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു കട്ട കിട്ടി. ഇതാ, അപ്പം അതിൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഇതിലെന്തെങ്കിലും ഒന്ന് വരച്ച് തരുമോ, എനിക്കിതുകൊണ്ട് എന്തെങ്കിലും ആക്കി തരുമോ എന്ന് ചോദിച്ചപ്പം ഞാനന്നത് ചെയ്തതായിരുന്നു. വീണ്ടും എടുത്തിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ വരച്ചു. പെട്ടെന്ന് എനിക്കിതാ വരക്കാൻ തോന്നിയത്. ഞാനിത് നമ്മളുടെ വിശുദ്ധമായ വസ്തുക്കളൊക്കെ വെക്കുന്നിടത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട് വെഞ്ചരിക്കാൻ വന്ന സമയത്ത് മൊത്തത്തിൽ രൂപങ്ങൾ വെഞ്ചരിച്ച കൂട്ടത്തിൽ ഈ മാതാവിൻ്റെ രൂപം കൂടി വെഞ്ചരിച്ചായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ആക്കിയിട്ട്. ഇതെപ്പോഴും ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് എൻ്റെ രൂപക്കൂട്. കൃപാസന മാതാവിൻ്റെ ഉപ്പ്, എണ്ണ, ഇതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെ രൂപം, മാതാവിൻ്റെ രൂപങ്ങൾ. ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ്. രൂപങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം എന്നുള്ളത് എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്തുതി പറയുമ്പോൾ ഈ രൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇത് ഒരിക്കലും എൻ്റെ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയിൽ പെടുന്നില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് യേശുവിനെയും മാതാവിനെയും ആണ്. ഞാൻ 3 പേരോടും കൂടിയായിട്ടാണ് പ്രാർത്ഥിക്കാറ്. ഈശോ, മറിയം, ഔസേപ്പ് പിതാവേ എന്ന് പറഞ്ഞാണ് ഞാൻ അധികവും എൻ്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. കാരണം എനിക്ക് 3 പേരും പ്രിയപ്പെട്ടവരാണ്.